ഓരോ വഞ്ചനയിലും ഒരു ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള പാഠമുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളുമായി ചേർന്ന് തുടങ്ങിയാൽ അയാളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, ജീവിതകാലം മുഴുവൻ അയാൾ നിങ്ങൾക്കൊപ്പം ഒരു നിഴലായി നിങ്ങളുടെ തോളോട് തോൾ ചേർന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അവസാനം വരെ പഠിക്കാനുള്ളൊരു പാഠമുണ്ടാകും. നമ്മളുടെ വിശ്വാസവഞ്ചന കാണിച്ചവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുക. അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനം അർഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിൽ പക കൂട്ടിവെച്ച് എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഏറ്റവും സങ്കടമുള്ള കാര്യം എന്താണെന്ന്, വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഒറ്റൽ, അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്നാണ് ഉണ്ടാവുക. ഈ ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെയാണ്. അന്ത്യ അത്താഴ്നാളിൽ കോഴി 3 തവണ കൂവുന്നതിന് മുൻപ് 30 വെള്ളിക്കാശിന് നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ക്രിസ്തു പറഞ്ഞു. മറ്റാര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല കർത്താവേ എന്നാണ് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് പറഞ്ഞത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മാറ്റമുണ്ടായില്ല. കോഴി 3 തവണ കൂവുന്നതിന് മുൻപ് യൂദാസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഒറ്റക്കൊണ്ടു. ക്രിസ്തു കുരിശുമരണവും ഏറ്റുവാങ്ങി. സഹാനുഭൂതിയും നിസ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ക്രിസ്തുവിന്റെ സഹനം നമുക്ക് പാഠം.